ഹായ് എല്ലാവർക്കും നമസ്കാരം. മോളിസ്താമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞിനെറുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ഒരു ദിവസമാണ്. സോ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ പോവാണ് കേട്ടോ. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എത്ര പെട്ടെന്ന് ആ സമയം പോയി, ഒരു വർഷം കടന്നുപോയി എന്നുള്ളത് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ ഇന്നാളെ പ്രസവിക്കാൻ പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. ഭയങ്കര വേഗത്തിൽ സമയം പോയി. അവൾക്ക് ദേ ഒരു വയസ്സായി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ ആ ലേബർ റൂമിൽ ഇങ്ങനെ ആ കിടന്നതും ഡോക്ടർ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയുന്നതും ഇതിനാ പെൺകുഞ്ഞാണ് കേട്ടോ എന്നുള്ളതും, അതുപോലെ അവളിങ്ങനെ സത്യം പറഞ്ഞാൽ അവിടെ ബാഹുബലിയിലെ കുഞ്ഞിനെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുന്ന ഒരു സീനുണ്ടല്ലോ, അതേപോലെയാണ് എൻ്റെ ഡോക്ടർ ദീപ്തി മയോനെ ഇങ്ങനെ കാണിച്ചു തരുന്നതിന് ഇത് പെൺകുഞ്ഞാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തന്ന ആ ഒരു സീനാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. ഞാൻ ഫസ്റ്റ് സൈറ്റ് എന്ന് പറയില്ലേ, ഞാൻ എൻ്റെ ന്യൂവിനെ ആദ്യമായി കാണുന്ന ആ ഒരു മൊമെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. ഇന്ന് ഞാൻ ഇപ്പം പോലും ഞാൻ ചിന്തിക്കുന്ന ആ കൈക്കുഞ്ഞ്, ഒരു കുഞ്ഞു വാവ, അതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ന്യൂ. ഇപ്പം അവൾക്ക് ദേ ഒരു വയസ്സായിരിക്കുന്നു. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എത്രയോ പെട്ടെന്ന് ഇങ്ങനെ ടൈം പോലെ നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയതും, അതുപോലെ നമ്മൾ ആ പ്രഗ്നൻസിയിൽ ഉള്ള ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, വോമിറ്റിങ്ങും അതുപോലെ ജോലിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാനൊരു 7 മന്ത് ഞാനൊരു ജോലിക്ക് പോയിട്ടാണ് നാട്ടിലേക്ക് ചെന്നത്. അപ്പം നാട്ടിലേക്കുള്ളൊരു ജേർണി, അത് കഴിഞ്ഞ് നാട്ടിലുള്ള നമ്മുടെ ആ ഒരു ഡെലിവറിയുടെ തൊട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള തൊട്ട് മുന്നുള്ള ദിവസം വരെയുള്ള നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും, അതുപോലെ നമ്മൾ കുറേ നാട്ടിലേക്ക് പോകാൻ തന്നെ കാരണം നമ്മുടെ കുറേ ചടങ്ങുകളുണ്ടല്ലോ നാട്ടിൽ. അതൊന്നും എനിക്ക് മിസ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതെല്ലാം നമ്മുടെ ആദ്യത്തെ കുഞ്ഞാണ് ന്യൂ. അപ്പം അവളുടെ വരവ് എല്ലാ തരത്തിലും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ആളാണ്. സോ ഞങ്ങൾ എല്ലാം ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച പോലെ, ഞാൻ ഇപ്പോഴും അവളോട് പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതാണ് ന്യൂ പിന്നെ എന്ന് പറയും. എനിക്ക് പെൺകുഞ്ഞ് വേണമെന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞാൻ പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്ത് ചോദിക്കുന്നതൊക്കെ ആരായാലും കുഴപ്പമില്ല, പെൺകുഞ്ഞാണെങ്കിൽ ഇപ്പോഴും പെൺകുഞ്ഞാണെങ്കിലും അങ്ങായാലും എനിക്കിഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചെറിയൊരു ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുമല്ലോ. പിന്നെ എനിക്കിങ്ങനെ ഒരുക്കിയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഒരുങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ അവളെയും കൂടി ഇങ്ങനെ ഒരുക്കിയൊക്കെ നടക്കുക എന്നുള്ളത് രസമല്ലേ. മുടിയൊക്കെ പിന്നിയിട്ട്, അതുപോലെ മുഖത്തുള്ള മേക്കപ്പൊക്കെ ഇട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുഞ്ഞ് വേണമെന്ന്. അതുപോലെ തന്നെ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടി. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഒരുക്കി ഇതുപോലെ മുടിയൊക്കെ പിന്നെയും മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ എന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ അതേപോലെ തന്നെയാണ് ഞാനും. എനിക്ക് എൻ്റെ പാതയും അതേപോലെ തന്നെയായിരുന്നു. എനിക്കൊരു പെൺകുഞ്ഞാണെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് ആ ഒരു മൂഡുണ്ടല്ലോ. അപ്പോൾ അതൊരു ആൺകുട്ടിയാണെങ്കിൽ ഹാപ്പി ആണല്ല എന്നല്ല കേട്ടോ. പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുകൊണ്ടൊക്കെ ഒരു ഒരാളുണ്ടെങ്കിൽ നമുക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. സോ ഫസ്റ്റത്തെ പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിവിടെ ഓൾറെഡി ബേബി ഷവർ നടത്തിയതുകൊണ്ട് ബേബി ഷവറിന് പെൺകുട്ടിയാണെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടാണ് പോയത്. നാട്ടിൽ ചെന്ന് നല്ലൊരു ഹോസ്പിറ്റലൊക്കെ പോയി നല്ലൊരു ഡോക്ടറെ കണ്ട് അവിടുത്തെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി. എനിക്ക് സെക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് നോർമൽ ഡെലിവറിക്കായിരുന്നു. ഡെലിവറിയുടെ രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ കടന്നു പോയതല്ല. പക്ഷെ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോൾ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ സിസേറിയൻ എന്ന് പറഞ്ഞപ്പോൾ പോലും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിന് മുന്നേ അതിനേക്കാൾ മുന്നേ നമ്മൾ കുറച്ച് സ്ട്രഗിളോടെയാണ് നമ്മുടെ പ്രഗ്നൻസി കടന്നു. എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ തന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതും 7 മന്തിലായിരുന്നു ചിക്കൻ ബോക്സ് വന്നത്. അത് ഭയങ്കര സിവിയറായിട്ട് തന്നെ എൻ്റെ ബോഡിയിൽ സ്പ്രെഡായി. അപ്പം അത് ഭയങ്കര ടെൻഷനായിരുന്നു ആ ഒരു ഇത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ ആയി, ബട്ട് നോർമലിലേക്ക് തന്നെ എത്തി. ലാസ്റ്റ് സി സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയും കുഴപ്പമില്ലാതെ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം കുഞ്ഞല്ലേ.
അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഒരു ഫസ്റ്റ് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ നോക്കി. എന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ പുറത്ത് അവരെ ഫാമിലിനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ആദ്യം താമസിച്ചില്ല, ഞാൻ അത്ര സമയമൊന്നും തിയേറ്ററിൽ എടുത്തില്ല. അതിനുശേഷം ഒബ്സർവേഷൻ കൊണ്ട് 4 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾ അടുത്ത് കാണുന്നത്. പിന്നെ കണ്ടു, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി, എല്ലാവർക്കും സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. അവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ 2 days ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഭയങ്കര ചില്ലായിട്ട് നമ്മൾ ഫുൾ യോയോ ആയിട്ട് പോയി. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ആ ഒരു ടൈമിങ് പറയുന്നത്. നമ്മളിപ്പോൾ അന്ന് അവളെ ആ ഫസ്റ്റ് അന്ന് കണ്ട ആ കൈക്കുഞ്ഞ് ഇപ്പോൾ വലുതായി, വളർന്ന് വലുതായി, ഓടാൻ തുടങ്ങി. അവളിപ്പോൾ നല്ല ഓട്ടമാണ്, ഓട്ടത്തോടെ ഓട്ടമാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ടൈം പീരീഡ് അല്ലേ കറന്നിട്ടില്ലാത്തൊരു കുഞ്ഞു വാവ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവൾ ഓടി നടക്കുകയാണ്. അപ്പം പെട്ടെന്ന് ശരിക്കും നമ്മളൊരു പുസ്തകത്തിൻ്റെ പേജ് മറിക്കുന്ന വേഗത്തിലാണ് ഈ സമയം കടന്നു പോയി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പെട്ടെന്ന് പോയി. കാരണം പെട്ടെന്ന് ഇപ്പം അവളെ ഒക്കത്തൊന്ന് അവളിങ്ങനെ ഒക്കത്തെ എടുക്കുമ്പോൾ പോലും അവളിങ്ങനെ ഉരുതി ഇങ്ങനെ ഇറങ്ങി പോകും. കാരണം നടക്കാൻ വേണ്ടിയിട്ട് അവൾക്കിങ്ങനെ നടക്കാനിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമായി ഇപ്പം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ആ കുഞ്ഞു പാവ ആ മോളൊക്കെ പോയി. നമുക്കിപ്പോൾ ഒന്ന് അവളെ എടുത്ത് ഇപ്പം അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒന്ന് എടുക്കാലോ, കുറച്ച് നേരം ഒന്ന് എടുത്തിരിക്കാലോ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. പക്ഷെ മറ്റാളുടെ ആ എടുത്ത് നടക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഓടി നടക്കുകയാണ്, ഇപ്പോൾ പുറകെ ഓട്ടാണ് അമ്മ. അപ്പോൾ അതൊരു രസമാണ്. നമുക്ക് അവളുടെ ഓരോരോ മൊമെൻറ്റ്സും അവളുടെ കളിയാണെങ്കിലും ചിരിയാണെങ്കിലും എല്ലാം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഭയങ്കര സ്പെഷ്യലാണ് അതൊക്കെ. ഓരോരോ ടൈമിലും ഓരോരോ സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അവരെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ വ്യത്യാസങ്ങളാണെങ്കിലും അവർക്ക് ഭയങ്കര ആസ് എ മോം ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ ഒരു കാര്യത്തിൽ. അവളെ നമ്മളിങ്ങനെ എന്താ പറയുക, അവളെ പോലൊരു നല്ലൊരു പെൺകുഞ്ഞിനെ തന്നെ എനിക്ക് പ്രസവിക്കാൻ പറ്റി. എനിക്ക് നല്ല രീതിയിൽ അവളെ വളർത്തണം. ബേബി ഷവറിൻ്റെ പാർട്ടിയൊക്കെ നമ്മുടെ കുറച്ച് ഫ്രണ്ട് സർക്കിൾ ആൾക്കാരും കൂടി ചേർന്നിട്ടാണ് അന്ന് അത് നടത്തിയത്. പക്ഷെ ഇതെനിക്ക് കുറച്ചുകൂടി അതിനേക്കാളും കുറച്ച് ഒരുപാടില്ല, എന്നാലും കുറച്ചൊരു ലെവൽ മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പിന്നെ മാത്രമല്ല, പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ എല്ലാവരും ബിസിയാണ്. അപ്പം അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നല്ലൊരു ഇവൻറ്റ് മാനേജറിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു തോട്ടിലേക്ക് ഞങ്ങൾ രണ്ടുപേരും എത്തി. സോ നമ്മളങ്ങനെ അന്വേഷിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു ടീമിനെ തന്നെ നമ്മൾ ഫൈനലി കണ്ടെത്തി. അവരെ നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കുക ചെയ്തു. ബാക്കിയെല്ലാം ഇനി അവരാണ് ചെയ്യുന്നത്. അത് എങ്ങനെയായിരിക്കും അവരുടെ പ്രസൻറ്റേഷൻ എന്നുള്ളത് നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ ആണ്. അത് ഒരിക്കലും അവൾക്കും നമുക്കും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അധ്യായമായി ഇത് മാറണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. സോ അപ്പോൾ ഞാൻ ഓൾറെഡി അവരോട് ഷാർഡേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം, നല്ലൊരു ബർത്ത്ഡേ പാർട്ടി ആയിരിക്കണം. അവൾക്ക് ഇനി അവൾക്ക് ആ ഒരു ഓർമ്മ, അവൾക്കതെല്ലാം മനസ്സിലാകുന്ന ഒരു പ്രായമാകുമ്പോൾ അവൾക്കത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ദിവസമായിരിക്കണം അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധം. അപ്പം അവരെന്തായാലും നല്ല രീതിയിൽ അവരുടെ മാക്സിമം ബെസ്റ്റ് ആക്കിയിട്ട് അവർ നമ്മുടെ ഈ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എന്തായാലും പാർട്ടി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ചാനലിലൂടെ എന്തായാലും ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പാർട്ടി ഇനി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് തുടർന്ന് നമ്മുടെ വീഡിയോയിൽ കാണാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ബ്ലോഗ് തന്നെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും നന്ദി വീഡിയോ മുഴുവൻ കണ്ടതിനും. ഇനി മുന്നോട്ടാണെങ്കിൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി.